നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. യുവർ റൈറ്റ് ഹാൻഡ് വിൽ സേവ് മീ. നിന്റെ വലത് കൈ. ഈ വലത് കൈയെക്കുറിച്ച്, ദൈവത്തിൻ്റെ വലത് കൈ, നമ്മൾ യെശയ്യാ 53 പഠിച്ചപ്പോഴും നമ്മളോട് ദൈവം തൻ്റെ കൈകളെ നഗ്നമാക്കി കാണിക്കുന്ന അവസ്ഥകളുണ്ട്. അതാണ് ക്രൂശ് മരണം. ദൈവം തൻ്റെ സ്വന്തം പുത്രനെ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് ദൈവത്തിൻ്റെ വൾണറബിലിറ്റി, അതായത് ദൈവത്തിൻ്റെ ബലഹീനത ബലഹീനത എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ആഴത്തിലുള്ള ബലഹീനതയാണ്. നമ്മുടെ മക്കൾ നമ്മളെ തോൽപ്പിക്കുന്ന എപ്പോഴാണ്? അങ്ങേയറ്റം നമുക്ക് അവരോട് സ്നേഹമുണ്ട്, അവർ നമ്മളെ കാണാൻ വരത്തില്ല. ദാറ്റ് മീൻസ് അവർ നമ്മളെ ഡിഫീറ്റ് ചെയ്യണം, നമ്മളെ തോൽപ്പിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ച മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം തൻ്റെ സൃഷ്ടിക്ക് വേണ്ടി തന്നെത്താനെ തൻ്റെ കൈയെ നഗ്നമാക്കി കാണിച്ചു. ദാറ്റ് മീൻസ് അവൻ്റെ കൈകളെ നഗ്നമാക്കുക എന്ന് പറഞ്ഞാൽ അവനെ തന്നെ കാണിച്ചു കൊടുക്കുക. അവൻ്റെ ബലഹീനത നമ്മൾ മനസ്സിലാക്കുക. അവൻ്റെ ബലഹീനത എന്തുകൊണ്ടാണ്? നമ്മളോടുള്ള അത്യന്തം ആഴമേറിയ സ്നേഹം കൊണ്ട്. ആ സ്നേഹത്തിൻ്റെ ആഴത്തിലാണ് പിതാവാം ദൈവം പുത്രനെ ആര് പോകും എനിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു അറിയാമായിരുന്നു സൃഷ്ടി നമുക്കെതിരായിട്ട്, ദൈവം സൃഷ്ടിച്ച സൃഷ്ടി ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്ന ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അന്നേ അവർ തീരുമാനിച്ചില്ല പുത്രൻ പോകാം. കാരണം ദൈവത്തിന് തൻ്റെ സ്ഥാനം ഇട്ടേച്ച് ഇവിടെ വരാനൊക്കത്തില്ല. അതുകൊണ്ട് തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ തന്നെ പ്രതിച്ഛായയായ തൻ്റെ ആത്മാവ് നിറഞ്ഞതായ പുത്രൻ തമ്പുരാൻ മനുഷ്യനായിട്ട്, അതായത് തൻ്റെ ഗ്ലോറി അല്ലെ മഹത്വം സ്വർഗത്തിൽ ഉരിഞ്ഞു വെച്ചിട്ട് മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ ഒരു സത്യം മനസ്സിലാക്കുമ്പം പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമ്മുടെ ഈ കുടുംബങ്ങളിൽ പലരും ഈ അമ്മമാരുടെ സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി അങ്ങനെ വാചാലമായിട്ട് പ്രസംഗിക്കുന്നതാണ്. പക്ഷെ ആരെങ്കിലും അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? അവർ എത്രമാത്രം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഒരു കുടുംബം നിൽക്കുന്നത്. അവർക്കും ഒരു ദിവസം ജോലിക്ക് പോകാതിരിക്കണം എന്ന് ആഗ്രഹമുണ്ടില്ലേ? നമ്മുടെ കൂട്ടിന് അവർക്കും ആഗ്രഹമുണ്ട് ഒന്നും ചെയ്യാതെ ചുമ്മാ ഒരു സ്ഥലത്തങ്ങ് പോയിരിക്കണം. നമ്മൾ സമ്മതിക്കുകയില്ല. ദേ റിയലി സാക്രിഫൈസ് ദംസെൽസ് ഫോർ ദ സേക്ക് ഓഫ് ദ ഫാമിലി. അതിനെ പ്രശംസിച്ച് പാടാൻ ആരുമില്ല. അങ്ങനെ തന്നെയാണ് പിതാവാം ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് തൻ്റെ സൃഷ്ടികളാകുന്ന മക്കൾക്ക് വേണ്ടി തൻ്റെ രക്തവും തൻ്റെ മാംസവും തരിക ചെയ്തത്. അപ്പോൾ തൻ്റെ ആത്മാവ് നിറഞ്ഞ മകൻ ഇവിടെ വന്നുവെങ്കിലും നമ്മളവനെ സ്വീകരിച്ചില്ല. പക്ഷേ 138 സങ്കീർത്തനത്തിൽ ദൈവം ചെയ്ത നന്മകൾ മനസ്സിലാക്കി കഴിയുന്ന ഒരു വ്യക്തി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവും കൂടെ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങും. അതുതന്നെയാണ് യേശുവിനെ വ്യക്തമായിട്ട് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പൗലോസ് മരണമേ നിൻ്റെ ജയം എവിടെ? എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ സ്റ്റീഫനെ കൊല്ലാൻ സമയത്ത്, കല്ലെറിയുന്ന സമയത്ത് സ്റ്റീഫൻ മുകളിലോട്ട് നോക്കുകയാണ്. മുകളിലോട്ട് നോക്കുമ്പം ക്രിസ്തു സ്വർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ടാണ്. അവൻ ഇരിക്കുകയല്ല, അവിടെ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്നാണ് പറഞ്ഞു. പക്ഷേ സ്റ്റീഫനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയത്ത് യേശു എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്താ? എന്നെ സ്നേഹിക്കുന്ന ഒരു ദാസൻ ഇവിടെ കല്ലെറിഞ്ഞ് മനുഷ്യൻ കൊല്ലാൻ നടക്കുമ്പം അവനെ തിരിച്ച് സ്വീകരിക്കാൻ നമ്മൾ 53 പറയുന്നുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ യേശുവിനെ ജീവിക്കാൻ അനുവദിച്ചില്ല. അതാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളാണ് ദൈവത്തെ ഈ ലോകത്ത് ജീവിക്കാൻ. നമ്മൾ ഇപ്പോഴും അങ്ങനെയല്ലേ? ആരെങ്കിലും യഥാർത്ഥത്തിൽ ദൈവത്തിനായിട്ട് നിൽക്കുക, യഥാർത്ഥത്തിൽ അവരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഈ ഓരോരുത്തരൊക്കെ ഓരോ വന്ന് ചൊറിയും. നമ്മൾ ഈ വിശ്വാസം പോലും ഒരു തരം പണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ വളരെ ദുഃഖകരമാണ്. ഞാൻ അതിനകത്ത് കരുതുന്നില്ല. പക്ഷേ ഈ അടുത്തിടെ എന്നൊരിക്കൽ ഒരാൾ വന്നിച്ച് പറയുമായിരുന്നു, പുതുതായിട്ട് ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് ഒന്നിച്ചുകൂടി കഴിഞ്ഞിട്ട് അതും അവസാനം ഒരു രജിസ്റ്റർ ചെയ്ത് പിന്നെ അതിനകത്തുനിന്ന് അവർ ആളുകളുടെ നിന്ന് കാശ് വാങ്ങിക്കുക എന്ന്. മനുഷ്യൻ എന്തും ചെയ്യാൻ മടിക്കത്തില്ല. 53 ഒരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജീവനുള്ളവരുടെ, അതായത് അവൻ പീഡനത്താലും, 53:8 ഞാൻ വായിക്കുന്നത്, അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. എന്തുകൊണ്ടാണ്? പീഡനവും ശിക്ഷാവിധിയും ക്രിസ്തു ഏറ്റെടുത്തു. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു. തന്നെ ഒന്നല്ല, ഛേദിക്കുക. അതായത് ക്രിസ്തുവിനെ ജീവിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. അന്നത്തെ പിന്നെ പുരോഹിതനും ഒക്കെ നീ ദൈവത്തിൻ്റെ പുത്രനാണോ, ദൈവത്തിൻ്റെ മകനാണെങ്കിൽ അതെന്നും പറഞ്ഞ് ദൈവത്തിനെതിരായിട്ട് നീ സംസാരിക്കുന്നെന്നും പറഞ്ഞ് ദൈവത്തിനെ അവർക്ക് കൊല്ലാൻ വയ്യാഞ്ഞത് കൊണ്ട് അവർ ഹെരോദോസിൻ്റെയും പിലാത്തോസിൻ്റെ ഒക്കെ കൊണ്ടുപോകുന്നത്.
അല്ലെങ്കിൽ അവർ തന്നെ കൊന്നേനെ. നമ്മൾ ഓർക്കുന്ന ഇവിടെ അത് നമ്മൾ ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് യേശുവിനെ ഛേദിക്കപ്പെട്ടു എന്ന് എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആര് വിചാരിച്ചു? വളരെ സങ്കടമല്ലേ? അവൻ സാഹസം ഒന്നും ചെയ്യാതെ, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെ ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോട് ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞാടിനെ പോലെ അറക്കാൻ രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, അറക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ മിണ്ടാതിരിക്കുന്ന ഒരു ദൈവം. എന്താ മിണ്ടിയിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് പീലാത്തോസ് ചോദിക്കുന്നു, ഹെരോദ് ചോദിക്കുന്നു, ആരെന്ന് ചോദിക്കുന്നു. ഇടയ്ക്കെങ്ങാണ്ട് ഒന്നൊരു സെൻറ്റൻസിൽ പറയുന്നത്, അത് നീ പറഞ്ഞത് തന്നെ സത്യം എന്ന് പറഞ്ഞു. അല്ലാതെ ഒരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്. അങ്ങനെയുള്ളിടത്ത് ദൈവത്തെ നേരിട്ട് കണ്ട പൗലോസ് മരണത്തെ ഭയപ്പെടുന്നില്ല. സ്റ്റീഫൻ മരണത്തെ ഭയപ്പെടുന്നില്ല. യോഹന്നാൻ ശിഷ്യന്മാരാരും ആത്മാവ് നിന്നറിഞ്ഞു കഴിഞ്ഞ് പിന്നെ അവർക്ക് ആർക്കും മരണത്തെ ഭയമില്ല. അതായിരിക്കണം നാം. ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ നിന്ന്? ഈ ശത്രുവിൻ്റെ ഒരു തന്ത്രവും ദൈവം അറിയാതെ. അതാ പറയുമ്പോൾ അപ്പോഴാണ് നിൻ്റെ തലയിൽ ഒരു മുടി പോലും പോകണമെങ്കിൽ ഞാൻ അറിയണം. അങ്ങനെയാണ് 138 ആ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോഴേ പറയുന്നത്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു. നിൻ്റെ ദയയും വിശ്വസ്തത നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. എന്തുകൊണ്ടാണ്? അവൻ്റെ ദയയും വിശ്വസ്തതയും നമ്മളിങ്ങനെ, കർത്താവിൻ്റെ സ്നേഹം നമ്മളെ അങ്ങനെ പൊതിഞ്ഞങ്ങ് നിർത്തിയിരിക്കുക. അത് നമുക്ക് തന്നെയല്ല, നമ്മുടെ തലമുറകൾക്ക്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിശ്വത്തിന് നമ്മുടെ മേലെ നിൻ്റെ നാമത്തിന് മീതെയൊക്കെ നിൻ്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എസ് ആൻഡ് ആമേൻ, അവയെല്ലാം ഉവ്വ് ആമേൻ എന്ന് പറയണം. അതിങ്ങനെ ആരുന്നെങ്കിലും പറയും. നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടൊരു കാര്യമില്ല. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ എനിക്ക് ഉത്തരം വേണ്ടി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടും. ഉള്ളിലൊരു ബലം വേണം. അത് ആത്മാവിൻ്റെ ബലമാണ്. നമ്മൾ ഈ പുറമേ വലിയ മസിൽസൊക്കെ വെച്ച് ശക്തിയായിട്ട് ഞാൻ ആളാണെന്നൊക്കെ കാണിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ വെറും ഒരു ബാലനായിട്ട്. 70 വയസ്സുള്ള ഒരാളെ അരാംകോയിൽ വെച്ച് ഞങ്ങളുടെ വചനം പഠിക്കാൻ പറ്റുന്നു. അപ്പോൾ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പം കാണുന്നത് വള്ളിയിട്ട നിക്കറിട്ട സ്റ്റേജാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത്രയും വലിയ പദവിയും ജോലിയുള്ള ഒരാളുടെ പദവി ഇത്രയും ആയിട്ടുള്ളൂ. ആത്മാവിൻ്റെ വളർച്ചയാണ് ദൈവം നോക്കുന്നത്. നമ്മൾ ശിശുക്കളായിട്ടിരിക്കണമെന്ന് വേദപുസ്തകത്തിൽ ഒരിടത്ത് പറയുന്നുണ്ടെങ്കിലും ആത്മാവിൽ ശിശുക്കളാകരുത്. ആത്മാവിൽ വളർച്ച ആഗ്രഹിക്കുന്നവരാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെയാണ് നമ്മളോട് പറയുന്നത്. യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാർ നിൻ്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. എല്ലാവരും ദൈവത്തെ സ്തോത്രം ചെയ്യുന്നൊരു കാലമുണ്ട്. അത് ഫിലിപ്പിയർ എഴുതിയ ലേഖനം എഴുതിയിട്ടുണ്ട്. സകല മുഴങ്കാലം, ആ ഒരു വാക്യം പിന്നെയും വരുന്നതുണ്ട്. ഫിലിപ്പിയർ 2 വചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങി. ഈ കാണുന്ന ലോകത്തിൻ്റെ ശക്തികളോ പ്രതാപങ്ങളോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ കൊണ്ട് നമ്മൾ പേടിക്കാനൊന്നുമില്ലെന്നേ. അല്ല, മഹദിയാം ബാബിലോൺ ഉണ്ടാക്കിയപ്പോൾ, ബാബേൽ ടവർ ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ നശിപ്പിക്കാൻ കഴിവുള്ളൊരു ദൈവം ഇറങ്ങി വന്നിട്ട് ഒരു ദിവസം കൊണ്ട് അതിനെ ഇല്ലാതാക്കി, ഭാഷ കലക്കി കഴിഞ്ഞു. ആദ്യം ദൈവത്തിന് വിപരീതമായിട്ട് മനുഷ്യൻ ചിന്തിച്ച് എന്തും ഉണ്ടാക്കും. ബിക്കോസ് മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിച്ഛായല്ല. നമ്മൾ ക്രിയേറ്റിവിറ്റി നമ്മളിലും ഉണ്ട്. പക്ഷേ ദൈവത്തിനെതിരായിട്ട് നിൽക്കുമ്പോൾ ദൈവം തമ്പുരാൻ തന്നെ അതോടെ. കാരണം എന്തുകൊണ്ടാണ്? അത് നാശം വരുത്തുന്നുണ്ട്. നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അവരോട്, ഈ സോഫിയ എന്ന് പറഞ്ഞൊരു സ്ത്രീക്കാണല്ലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സ്ത്രീയുടെ പേര് സോഫിയ എന്ന്. നിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അവൾ തിരിച്ചു പറയുന്നത്, ഹ്യൂമൻ റേസിനെ മുഴുവനും ഇല്ലാതാക്കുകയാണ് അവളുടെ ഉദ്ദേശം. അതായത് മനുഷ്യകുലത്തെ മുഴുവനും ഇല്ലാതാക്കുക. നമ്മളതെല്ലാം ഒരു ചിരി പോലെ കേൾക്കും. നമുക്കൊരു തമാശ ഇതൊക്കെ. ദൈവ സൃഷ്ടിയാണ് നമ്മളെ ഇല്ലാതാക്കാൻ ഏത് ശക്തിക്ക് കഴിയും? ദൈവം അനുവദിക്കാതെ. അതൊക്കെ നമ്മൾ ഈ സയൻസോ അല്ലെങ്കിൽ ഇച്ചിരി അല്പബുദ്ധി കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ട് ദൈവത്തെ വെല്ലുവിളിക്കുന്ന സ്വഭാവം കാണുമ്പോൾ നമ്മൾ എത്രയോ വിഡ്ഢികളാണ് നമ്മൾ മനസ്സിലാക്കണം. ഫിലിപ്പിയർ 2 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 7 ദൈവം തന്നെ താഴ്ത്തിയ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. അതുകൊണ്ട് ദൈവം അനുസരിച്ചതുകൊണ്ട് ക്രൂശ് മരണം ഏറ്റെടുത്തു അനുസരണത്തിന്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി
സകല നാമത്തിലും മേലെ. 2 ഫിലിപ്പിയർ 2:9 ഞാനിപ്പം വായിക്കുന്നത്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. യേശുക്രിസ്തു കർത്താവെന്ന് വിളിച്ചു പറയുന്ന ഈ സങ്കീർത്തനത്തിൽ എഴുതിയത് ക്രിസ്തുവിൽ ഫുൾഫിൽ ചെയ്യുന്നത് ഇനി 2ാം വരവിലെ കർത്താവിന് മുമ്പിൽ മുട്ടുമടക്കാത്ത ഒന്നും നിലക്കത്തില്ല. യഹോവയുടെ മഹത്വം വലുതാകുന്നല്ലോ. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ഗർവിയെ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. അതാണ് ഒത്തിരി കഷ്ടത്തിലിരിക്കുന്നവരോട് ദൈവം പറയും, ഞാനാണ് നിനക്ക് ജീവൻ തന്നിരിക്കുന്നത്. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും, നിൻ്റെ വലം കൈ എന്നെ രക്ഷിക്കും. അങ്ങനെ നമ്മൾ പറയുന്നില്ലേ, ഈ ദൈവത്തിന് യെശയ്യാ 54 കർത്താവിനെ സഹായിക്കാൻ വയ്യാത്തതുകൊണ്ട് അവൻ്റെ കരങ്ങൾ കുറിയിട്ടില്ലല്ലോ. അത് സ്ഥിരല്ലേ. നമ്മൾ വിചാരിക്കും, അയ്യോ എൻ്റെ ഭാര്യ ഈ ലോകത്തിലേക്കും വലിയ, പലരും പ്രാർത്ഥിക്കാൻ വരുന്നതാണ് അവരത്, ഈ ലോകത്തിലേക്കും വലിയ. പലരും പറയും രാത്രിയിൽ ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ. കാരണം അവരുടെ ഭാരങ്ങൾ നീങ്ങുന്നില്ല. കല്ലുരുട്ടാൻ ആരും ചെല്ലുന്നുമില്ല. കല്ലുരുട്ടുന്നവരില്ലിപ്പം. കല്ലുരുട്ടുന്നവരെയൊക്കെ ഒരു സത്യത്തിൽ കല്ലുരുട്ടുന്നവരെ ഒരു യഥാർത്ഥ മനസ്സാക്ഷിയോടെ ഒരാൾ കല്ലുരുട്ടാൻ വന്നാലെല്ലാം നീങ്ങും. പക്ഷേ അങ്ങനെയുള്ളവരിപ്പം കുറവല്ലേ. 59 പറയുന്നുണ്ട്, രക്ഷിപ്പാൻ യെശയ്യാ 59 രക്ഷിപ്പാൻ കഴിയാതെയാണ് യഹോവയുടെ കൈ കുറിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെയാണ് അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെയാണ് അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയിരിക്കുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ വിനയപ്പെട്ട് എൻ്റെ അരികെ വരാമെങ്കിൽ ഞാൻ നിങ്ങളെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, ശുഭത വരുത്തുന്ന ഒരു ദൈവം. യഹോവയെ നിൻ്റെ ദയ എന്നേക്കുള്ളത്, തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത്. നീ അപ്പച്ചൻ്റെ ദയ എത്ര വലുത്. അത് തന്നെയാണ് 131. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ റിപ്പീറ്റഡ്ലി കമ്മിങ്. സ്തുതിപ്പും നന്ദിയൊക്കെ ഒന്നിച്ചു വരുന്നതാണ്. നമുക്ക് സ്തുതിക്കാം. നാഥ, നിൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരികയാണ്. എത്ര വലിയവനായ ദൈവം, അതിമനോഹരമായ സ്നേഹത്തിൻ്റെ ആഴമേറിയിട്ട് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് സൃഷ്ടികളാണ് നമ്മളെ ക്രിസ്തുവോട് ചേർന്നിരിക്കാനും പിതാവിൻ്റെ സന്നിധിയിൽ എന്നും സന്തോഷിക്കാനും നിത്യമായ ജീവിതത്തിലേക്ക് കയറാൻ ഞങ്ങളെ ആഗ്രഹിച്ച് സൃഷ്ടിച്ച മനുഷ്യരാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതെത്ര ഭാഗ്യപദവിയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കണ്ണുകൾ തുറക്കാതിരിക്കുന്നത്? കുരുട്ട് കണ്ണുകൾ തന്നെ അവിടുന്ന് തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, അയ്യോ എൻ്റെ ജനതയെപ്പോലെ കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവിയുണ്ടായിട്ടും കേൾക്കാതെ ഇരിക്കുന്ന ജനതയെന്ന് ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദുഃഖമാപിച്ച നാഥൻ എഴുന്നള്ളി വന്ന് ഞങ്ങളോട് സഹായിക്കണേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. നിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ വലം കൈ നീട്ടി ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരാൾ ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് ഓടി വരും. പക്ഷേ വലം കൈ എഴുന്നള്ളി വന്നിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും രക്ഷിക്കുന്നതിന് നന്ദി. അതൻ ഒരു കാര്യം, ഒരു അപേക്ഷ ഞങ്ങളുടെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപേ ഉത്തരം തരും. എപ്പോഴാണ് നമ്മുടെ ഹൃദയം നിന്നോട് പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോട് നിന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കും. ആ ഒരു കൃപയിട്ട് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.